വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം വിശദമായി പരിശോധിച്ച് SIT. സ്വർണ്ണപ്പാളികൾ മാറ്റിയോ എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതിനിടെ ശബരിമല കൊടിമരക്കൊള്ളയിലും SIT അന്വേഷണം തുടരുന്നു. സ്പോൺസർ ഉണ്ടായിട്ടും പണം പിടിച്ചതിൽ വിശദമായ അന്വേഷണം നടത്തും. TV പ്രസാദ് വിശദാംശങ്ങൾ നൽകും. TV പ്രസാദ്, വളരെ നിർണായകമായ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അത് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒപ്പം ഈ കൊടിമരക്കൊള്ളയിൽ അത് എങ്ങനെയാണ് അന്വേഷണം ഇനി SIT മുന്നോട്ട് കൊണ്ടുപോവുക? ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അതായത് അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും അതുപോലെ കട്ടിളപ്പടിയിലെയും അടക്കമുള്ള സാധനങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് BSSCയിൽ നടത്തിയത്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് കാലപ്പഴക്കം ഇല്ലെങ്കിൽ അതിനർത്ഥം അതെല്ലാം പുതിയതാണ് എന്നുള്ളതാണ്. അതിനർത്ഥം കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ മോൾഡിൽ അവരുടെ രൂപത്തിൽ പുതിയത് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പഴയ തൊണ്ടി മുതൽ അതുപോലെ മറിച്ചു വിറ്റു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മാറിയേക്കും. ശബരിമലയിലെ മിക്കവാറും മറ്റ് സാധനങ്ങളെല്ലാം പരിശോധിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടാതെ ദ്വാരപാലകരും കട്ടിളപ്പാളിയും കൂടാതെ വലിയ കൊള്ള ശബരിമലയിൽ നടന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്തേണ്ടതായി വരും. എന്തായാലും ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അത് ഏറെ നിർണായകമാണ്. ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണക്കൊള്ളയും അതുപോലെ കട്ടിളപ്പടിയിലെ സ്വർണ്ണക്കൊള്ളയും പോലെ പ്രധാനമാവുകയാണ് കൊടിമരത്തിലെ നിർമ്മാണ സമയത്തുണ്ടായ വലിയ രീതിയിലുള്ള കൊള്ള. കൊടിമരം എന്തിനു മാറ്റിയത് എന്ന് സംബന്ധിച്ച് പോലും കൃത്യമായ ഒരു മറുപടി ഇതുവരെയും കിട്ടിയില്ല. മാത്രവുമല്ല 2012 ദേവസ്വം ബോർഡിന്റെ ചട്ടത്തിന് വിരുദ്ധമായി എന്തിനാണ് വാജിവാഹനം കൈമാറിയത് എന്നത് സംബന്ധിച്ചും കൃത്യമായ ഒരു വിവരം അന്നത്തെ ആ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. താന്ത്രിക വിധി പ്രകാരമാണ് അത് കൈമാറിയത് എന്ന റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് നിയമപരമല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം വാജിവാഹനം തന്ത്രി കണ്ഠരാജീവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും അത് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഇപ്പോൾ വരാനുള്ള BSSCയുടെ റിപ്പോർട്ടാണ്. അതിലെ ഉള്ളടക്കം ഏറെ പ്രധാനമാണ്. നിലവിലുള്ള അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. തീർച്ചയായും TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.